ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-20. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ പാനപാത്രം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. വായനാഭാഗം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും ഇന്ന് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നതെന്ന്. ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ സംസർഗം, കർത്താവിൻ്റെ അത്താഴം, കർത്തൃമേശ, വിവിധ പേരുകളിൽ അത് അറിയപ്പെടുന്നു. വളരെ ലാഘവത്തോടുകൂടി കാണുന്നതായി ഇന്ന് ഈ ശുശ്രൂഷ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദൈവാത്മാവ് കർത്താവെ ഇതിൻ്റെ ഗൗരവം വെളിപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം ഇന്നായിരിക്കുന്നത്. കർത്താവിടെ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അടുത്ത് പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നാം കർത്തൃമേശ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും നാം കർത്തൃമേശ സ്വീകരിക്കുമ്പോഴും ഏത് മനോഭാവത്തോടുകൂടെയാണ് അത് സ്വീകരിക്കുന്നത് എന്ന് ആഴമായി ചിന്തിക്കണം എന്ന് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വേറെ ഒന്നിനെക്കുറിച്ച് ഓർക്കാനല്ല കർത്താവ് പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. അപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറയുമ്പോൾ എന്താണ് യേശു കർത്താവ് ചെയ്തത്? യേശു കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഓർത്തുകൊണ്ട് വേണം ഇത് സ്വീകരിക്കുവാൻ. ഒന്നാമതായി അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലിക്കൊടുക്കുകയാണ്. ഇത് എൻ്റെ ശരീരം, എൻ്റെ ശരീരം. എന്താണ് നമ്മൾ ബ്രെഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അപ്പം സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്? യേശു കർത്താവ് വചനമാണ്. വചനം മാംസം ധരിച്ചു വന്നവനാണ് യേശു കർത്താവ്. നമ്മുടെ ബൈബിളിൽ വചനം ജഡമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശു 40 നാൾ ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ തന്നെ പിശാച് നേരിട്ട് വന്നു. ആദ്യത്തെ പരീക്ഷ എന്താണെന്ന് നമുക്കറിയാം. വളരെ മാന്യമായി പിശാച് പറയുകയാണ്. പിശാച് വലിയ ഡീസൻ്റാണ്. ആരോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാം. 40 ദിവസം കൊണ്ട് നീ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയല്ലേ? നീ ദൈവപുത്രനല്ലേ? ഈ കല്ലുകളെ അപ്പമാക്ക, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം. വേണമെങ്കിൽ ദൈവപുത്രനെ യേശുവിനെ തെളിയിക്കാമായിരുന്നു. പക്ഷെ ഇവൻ്റെ അടുത്ത് തെളിയിക്കേണ്ട ആവശ്യമില്ലെന്ന് കർത്താവിന് നന്നായി അറിയാം. കാരണം അവിടെ പറഞ്ഞ മറുപടിയാണ് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ആവർത്തന പുസ്തകം 8:3. ആവർത്തന പുസ്തകം 8:3 നോക്കണേ. മോശ ദൈവാത്മാവിനാൽ എഴുതിയത് യേശു കർത്താവ് ഇവിടെ ഉപയോഗിക്കുകയാണ്. ആ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ ആ വചനം പറയുമ്പോൾ പിന്നെ അവൻ അടുത്ത പരീക്ഷണത്തിലോട്ടാണ് പ്രവേശിക്കുന്നത്. നോക്കാം, ആ രണ്ട് ഭാഗവും ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയും ആവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യവും.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ ഭാഗത്തിന്റെ ഒരു പോർഷനാണ് യേശു ഉപയോഗിക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ആ പരീക്ഷയെക്കുറിച്ച് ആ ആദ്യ ഭാഗം നമുക്കവിടെ വായിക്കുവാനായി കഴിയും. നമുക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലേ? ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ നടത്തിയത്. നമ്മുടെ ഹിതപ്രകാരം അല്ല പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മെ നയിക്കുന്നത്. യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നെക്സ്റ്റ് അവിടെ തന്നെ ഒരു മീറ്റിംഗ് കർത്താവ് നടത്തണമായിരുന്നു അല്ലേ? എത്ര പേര് രക്ഷിക്കപ്പെടുമായിരുന്നു അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അതല്ല ഗൈഡ് ചെയ്യുന്നത്. സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ അടുത്ത ദൈവത്തിൻ്റെ ആത്മാവ് ഗൈഡ് ചെയ്യുന്ന മരുഭൂമിയിലേക്കാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനാണ്. അപ്പൊ ആദ്യത്തെ പരീക്ഷ തന്നെ വയറുമായി ബന്ധപ്പെട്ടതാണ്, കൊതിയുമായി ബന്ധപ്പെട്ട. 40 ദിവസം ഉപവാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിരിയാണി വാങ്ങിക്കാനായിട്ട് ഓടുന്നവരെ കണ്ടിട്ടുണ്ട്. അവർ 40 ദിവസം ഉപവസിക്കുന്നവരാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും മിക്ക ഉപവാസ പ്രാർത്ഥനകളും നിർത്തുന്നത് ബിരിയാണിയിലാണ്. അപ്പോൾ ഒരാളുടെ ഞാൻ സംസാരിച്ച് പറഞ്ഞു, വയറിന് സ്വപ്പം കുഴപ്പമുണ്ടാകുന്ന അറിയാം, എങ്കിലും കുഴപ്പമില്ല, ഇത്രയും ദിവസം കഴിക്കാതിരുന്നതല്ലേ എന്ന് പറയുമ്പോൾ കൊതിയെ ജയിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. കൊതിയെ ജയിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ കർത്താവ് പോലും പിശാചിനെ ജയിച്ചത് വചനം പറഞ്ഞാണ്. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അത് പറഞ്ഞപ്പോൾ അടുത്ത പിശാച് അവന്റെ ടാബ് ഓപ്പൺ ചെയ്തത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ചാടുക. പിശാച് ഭയങ്കര വചനത്തെയാണ്, മനസ്സിലായി. അവിടെയും കർത്താവ് വചനമാണ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വചനം ജഡമായി തീർന്നവനാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പ്രാക്ടിക്കലായി പ്രായോഗികമായി കാണിച്ചു തന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. അപ്പോൾ വചനം മാംസമായി തീർന്നു, അപ്പമായി തീർന്നു. കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിൽ യേശു ചെയ്ത അത്ഭുതം കണ്ടിട്ടെന്നല്ല യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നതെന്നാണ്. കാരണം യോഹന്നാൻ 6-ാം അധ്യായം നമുക്കറിയാം, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പക്ഷെ അടുത്ത ദിവസം ഇവിടെ യോഗം ഉണ്ടായിരിക്കുന്നതല്ല എന്ന അവസാനം അനൗൺസ്മെന്റ് നടത്തിയില്ല. അതുകൊണ്ട് അടുത്ത ദിവസം എല്ലാവരോടെ കൂടി, കാരണം തൊഴിലുറപ്പിന് പോയില്ലെങ്കിലും വേണ്ടൂല, ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടൂല, ഈ ജോലി നിന്ന് ഓടുന്നത് എന്തിനാണ്? ഒരു ഞാൻ വയറിന് വേണ്ടിയല്ലേ? കർത്താവിന്റെ സന്നിധിയിലിരുന്നാൽ വയറ് നിറയും. അടുത്ത ദിവസം വന്നപ്പോൾ നമുക്കറിയാം കർത്താവ് അവിടെ ഇല്ല. അവർ മനസ്സിലാക്കി കബർനൂലോട്ട് പോയിരിക്കാനാണ് സാധ്യതയെന്ന്. എല്ലാവരും കൂടെ കബർനൂലിൽ ചെന്നപ്പോൾ അവിടെ കർത്താവിനെ കണ്ടു. ഇനി വായിക്കാം യോഹന്നാൻ 6:25-26. നീ എപ്പോൾ ഇവിടെ എത്തി എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് വന്നത്? പക്ഷെ ഉത്തരം വേറെയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു അടയാളം കണ്ടതുകൊണ്ടല്ല, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അടയാളം കണ്ടിട്ടല്ല നിങ്ങൾ വന്നത്.
അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അപ്പം തിന്ന് തൃപ്തരായി, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. പിതാവായ ദൈവം അതിന് മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നശിച്ചു പോകുന്ന ആഹാരം, നിലനിൽക്കുന്ന ആഹാരം. കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ നിലനിൽക്കുന്ന ആഹാരമായി ദൈവവചനത്തെ എൻ്റെ അകത്തെ മനുഷ്യൻ ആഹാരമായി തന്നതിനായി സ്തോത്രം. ഇത് പറയാൻ കഴിയണം. ഇതെന്റെ ശരീരം, എൻ്റെ മാംസം, ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന ആ സ്വർഗീയ ജീവന്റെ അപ്പമാണ്. ഇത് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആ അധ്യായത്തിൽ തന്നെ നമ്മൾ ചിലത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. യോഹന്നാൻ 6:47 മുതൽ, യോഹന്നാൻ 6:47 മുതൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു അല്ലേ, ഇത് എവിടെ നിന്ന് വാങ്ങിച്ച്, ഇത് കാറ്ററിംഗ് ആണോ വീട്ടിൽ ഉണ്ടാക്കിയതാണോ, ഇതെല്ലാം ഭയങ്കര ടേസ്റ്റ്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് വല്ല ആനന്ദം തോന്നാറുണ്ടോ? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഇതെന്റെ ആത്മാവിന്റെ ഫുഡാണ്. എൻ്റെ ആത്മാവിന് ഒരേ ഒരു ഫുഡേ ഉള്ളൂ, വചനമെന്ന ജീവന്റെ അപ്പം, വചനമെന്ന മായമില്ലാത്ത പാൽ. പലർക്കും അതിലും മായം ചേർത്താലാണ് വലിയ ഇഷ്ടം. മായമില്ലാതെ കൊടുത്താൽ പലർക്കും ഇഷ്ടമില്ല. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിച്ചിരിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ജീവൻ ഉള്ളിലാണ് വരേണ്ടത്, പുറമേ ജീവനുണ്ട്. പക്ഷെ കർത്താവ് വന്നത് ഉള്ളിൽ ജീവൻ തരാനാണ്. ഉള്ളിൽ ജീവൻ തരാൻ വചനമാകുന്ന ആ സാക്ഷാൽ ജീവന്റെ അപ്പം കഴിക്കണം. വീണ്ടും ജനനം സംഭവിക്കുന്നത് സ്നാനത്തിലൂടെ അല്ല. മതം പഠിപ്പിക്കുന്നത് സ്നാനമെന്ന കൂദാശയിലൂടെ നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. പിന്നെ ആ ആൾക്കാരടുത്ത് നീ വീണ്ടും ജനിക്കണമെന്ന് പ്രസംഗിച്ചാൽ എന്തൊന്ന് പ്രതികരണമായിരിക്കും? ഞങ്ങൾ സ്നാനത്തിലൂടെ വീണ്ടും ജനിച്ചെന്നേ. വേദോസം പറയുന്നു, ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിപ്പിരിക്കുന്നു. 3 വാക്യങ്ങളുണ്ട്. സുവിശേഷത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അവിടെയും പറയുകയാണ്, സുവിശേഷത്താൽ ഞാൻ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ വീണ്ടും ജനനം സംഭവിക്കുന്ന സ്നാനത്താലല്ല, ദൈവവചനത്താലാണ്. ദൈവവചനത്താൽ. അപ്പോൾ അതാണ് ജീവന്റെ അപ്പം. വീണ്ടും പറയുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. തിരുവത്താഴം കഴിക്കുന്ന ആളിനുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. വാസ്തവമായി ആത്മീക അപ്പം, വാസ്തവമായി ആ ജീവൻ പ്രാപിച്ചവർ, അവരുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട്. ഇന്ന് പൊതുവെ ധരിച്ചിരിക്കുന്നത് തിരുവത്താഴം കഴിക്കുമ്പോൾ സ്വർഗത്തിൽ പോകാൻ, യേശു എന്നിലുണ്ട്, ഞാൻ യേശുവിലുണ്ട്, എന്മൂലം ജീവിക്കുന്നു അല്ലേ, എന്നെ തിന്നുന്ന ഒരു നാൾ മരിക്കില്ല, തിരുവത്താഴം കഴിച്ചാൽ മതി എന്നാണ്. ആ ആചാരത്തിലല്ല അതിൻ്റെ ആഴങ്ങൾ കിടക്കുന്നത്. വീണ്ടും പറയാണ്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും. യോഹന്നാൻ 6:55, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും
എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതെല്ലാം ആത്മീക അനുഭവമാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഓർക്കേണ്ടത്. തിരുവത്താഴം എന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിക്കുമ്പോൾ ഓർത്ത് നന്ദി പറയണം. അതിനാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. വിശുദ്ധ യൂക്കറിസ്റ്റ് എന്നൊരു വാക്കുണ്ട്, ആ ഗ്രീക്ക് പദം. എന്താണ്? സ്തോത്രാർപ്പണം, നന്ദി അർപ്പണം. അപ്പോ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്തുള്ള നന്ദിയാണത്, സ്തോത്രമാണ്. അത് സ്തോത്രം പറയാതെ, നന്ദി പറയാതെ നിർവികാരമായിട്ടാണ് പലരും ഇന്ന് ചെന്ന് സ്വീകരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ നമ്മുടെ പള്ളികളെല്ലാം നമ്മൾ കാണുന്നത് തന്നെയാണ്. അതെ, ചെന്നങ്ങ് എന്തോ, ഞാനതിനിപ്പോൾ കടുത്ത ഒരു വാക്കാണ് പറയാറുള്ളത്, വായ്ക്കരി വാങ്ങിക്കും പോലെ. ചത്തവൻ്റെ വായിൽ എല്ലാം വെച്ചു കൊടുത്ത വല്ല ഫീലിംഗ് ഉണ്ടോ? ഒരു ഫീലിംഗും ഇല്ല. ചുമ്മാ ടേസ്റ്റ് കുറവായിരുന്നു, സൈസ് കുറവായിരുന്നു. നമുക്ക് പിന്നെ ഇവിടെ വട്ടമാണ് കൊടുക്കുന്നത്, ബ്രെഡ് അല്ലല്ലോ. എന്തോ വട്ടം ആണ് കൊടുക്കുന്നത്. അപ്പോ ഇതിന്റെ ആത്മീകമായ ഒരു വീക്ഷണത്തിലേക്ക് ജനത്തെ നമ്മൾ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ദൈവം കൃപ തരട്ടെ. അടുത്ത അവിടെ പറയുകയാണ് 57, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ തന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് പള്ളിയിൽ വെച്ചാണ് പറയുന്നത്. അവൻ കവർന്നഭൂമിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ചിത് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ പലതും ഇത് കേട്ടിട്ട് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കാൻ കഴിയും? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 70 പേർ പോയി. യേശു 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും വെച്ചെല്ലാം മനസ്സുണ്ടോ? നിർബന്ധമൊന്നുമില്ല, കാര്യമൊക്കെ എങ്ങനെയാണ്? അയ്യോ, നിങ്ങളെ ഞാൻ ആദ്യമേ തിരഞ്ഞെടുത്താണ്, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ പോകാം, കാര്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ് പത്രോസ് പറയുന്നതാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലേ ഉള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളൊക്കെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിത്യജീവന്റെ മൊഴികൾ, ജീവന്റെ അപ്പം, നിത്യജീവന്റെ അപ്പം നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാണ്? കർത്താവ് തന്ന ജീവന്റെ അപ്പത്തെ ഓർത്ത് നാം വാസ്തവമായി സന്തോഷത്തോടെ സ്തോത്രത്തോടെ നന്ദി പറയുവാനായി കഴിയുന്നുണ്ടോ? അതിൽ നമ്മൾ എവിടെയെല്ലാം പരാജയപ്പെട്ടു എന്ന് നാം ഓർത്ത് അതേ കർത്താവ് നമുക്ക് തന്ന വചനത്തിനായി സ്തോത്രം പറയണം, ജീവന്റെ അപ്പത്തിനായി സ്തോത്രം പറയണം. യേശുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 ആ പ്രാർത്ഥനാ മധ്യേ പിതാവായ ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുകയാണ്. 8 വാക്യം, യോഹന്നാൻ 17:8, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടും അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. വീണ്ടും പറയാണ് 14 മുതൽ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. സത്യവചനം, കർത്താവ് പറഞ്ഞത് സത്യവചനം. ആ സത്യവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം, നമ്മെ ബലപ്പെടുത്തുന്ന വചനം, നമ്മുടെ അകത്തെ മനുഷ്യനെ, അകത്തു നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. ഇന്ന് പുറത്ത് നിന്ന് അകത്തേക്ക് അടിച്ചു കയറ്റാണ് നോക്കണം. പുറത്ത് ഭയങ്കര താളം മേളം അല്ലേ, എന്തൊരു വായിസ്, എന്തൊരു ഇടി.
ഇത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. പുറത്തുനിന്ന് അകത്തോട്ട് കയറ്റാൻ ശ്രമിക്കുന്നതെല്ലാം പൈശാചികമായ പരിപാടിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. അത് കാരണം ഇവിടെ ആരംഭം ആത്മാവിൽ നിന്നാണ്, വെളിയിൽ നിന്നല്ല, അകത്തുനിന്നാണ് വരേണ്ടത്. ആത്മാവ് ശുഭമായാൽ സകലത്തിലും ശുഭമാകും. ആത്മാവ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കും, സ്തോത്രം പറയും, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ പാടുപെട്ട് പറയിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറയാം, ഒരാവശ്യമില്ല. ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിൽ എത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തോ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകാ. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞ് നമ്മുടെ കരങ്ങളിലേക്ക് ആ അപ്പം തരുമ്പോൾ അത് ശരീരമായി രൂപാന്തരപ്പെടുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. കർത്താവേ, അവിടുത്തെ സത്യവചനം തന്നതിനായി സ്തോത്രം. എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ വീണ്ടും ജനിപ്പിക്കുന്ന, എന്നെ ശുദ്ധീകരിക്കുന്ന, എന്നെ സകല സത്യത്തിൽ വഴി നടത്തുന്ന, എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ അവിടുത്തെ വചനത്തെ തന്നതിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ആ വചനത്തിന്റെ ശുശ്രൂഷക്കാരനായി എന്നെ അവിടുന്ന് തെരഞ്ഞെടുത്തുവല്ലോ. അനേകം ജ്ഞാനികളുള്ളപ്പോൾ, അനേകം ബലവാന്മാരുള്ളപ്പോൾ, അനേകം വലിയ കുലമൊക്കെ ഉള്ളവരുണ്ടായിരുന്നപ്പോൾ, കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത ബലഹീനനായ അജ്ഞാനിയെ അങ്ങനത്തെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആ ജീവന്റെ അപ്പമായി തീർന്നവന്റെ ഓർമ്മയ്ക്കായി അത് സ്വീകരിക്കുവാൻ. അല്ലാതെ അതിൽ വേറെ ഒരു മാജിക്കും ഇല്ല. ഓർമ്മയ്ക്കായി ചെയ്യാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം. അതേ, കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി തന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തം. അതാണ് ഇമ്പോർട്ടന്റ്. അത് 3 സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുമ്പോഴും അത് എഴുതുന്നുണ്ട്, ഇത് പുതിയ നിയമത്തിന്റെ രക്തം, എന്റെ പുതിയ നിയമത്തിന്റെ രക്തം. നമുക്കറിയാം, രക്തം എന്ന് പറയുന്നത് ജീവനാണ്. ജീവനാണ്. ശരീരം അപ്പമാണ്, രക്തം പാനീയമാണ്, ജീവനാണ്. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 18 മുതൽ. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 18 മുതൽ. അതുകൊണ്ട് ആദ്യ നിയമം എന്ന് വെച്ചാൽ പഴയ നിയമം രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. സകല ജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുകിടാങ്ങളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഈ ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. മോശ ആട്ടുകുട്ടന്മാരുടെ രക്തം, പശുക്കിടാങ്ങളുടെ രക്തം എല്ലാത്തിന്റെ മേലും തളിച്ചിട്ട് പറഞ്ഞു, ഇത് നിയമത്തിന്റെ രക്തം, ഇത് നിയമത്തിന്റെ രക്തം. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണമേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്ക് ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. അവിടെയാണ് ഉടനെ പ്ലേറ്റ് മാറി വരികയാണ്. സ്വർഗീയമായവയ്ക്ക് ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി
കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്കേ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം ശരീരയാഗത്താൽ, സ്വന്തം രക്തത്താൽ. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, ആ രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്തകൾ. നാം ഇന്ന് വായിച്ച സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചോ? 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ബാക്കി എല്ലാം സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം സാധിക്കും. ചെങ്കടൽ രണ്ടാവും, എരികോ മതിൽ വീഴും, കടഭാരം മാറും, മരിച്ചാലും തിരിച്ചു കിട്ടും, എല്ലാ പ്രതികൂലങ്ങളും മാറും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം നടക്കില്ല. വീണ്ടെടുപ്പ് മാത്രം നടക്കത്തില്ല. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, സാത്താന്റെ അധികാരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, അവിടെയാണ് യേശു കർത്താവിന്റെ രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദിക്കേണ്ടത് എന്താണ്? കർത്താവേ, അവിടെ നിന്ന് തന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം. അവിടെ നിന്ന് തന്നെ പാപത്തിന്റെ അടിമത്വത്തിൽ തന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം. പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തതിനായി സ്തോത്രം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തതിനായി സ്തോത്രം. സ്തോത്രം. അത് ഹൃദയം നിറഞ്ഞ് കവിയണം. അതൊക്കെ വരുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കാതെ കർത്തൃമേ സ്വീകരിക്കാൻ പറ്റില്ല. ആര് തരണം നോക്കിയാൽ കണ്ണീരൊന്നും വരില്ല. ആര് തരുന്നെന്നല്ല നോക്കേണ്ടത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഇപ്പോഴും എങ്ങനെയാണ് ഈ CSI തിരുവത്താഴ് എടുക്കുന്നത്? ഇത്രയും വചനം അറിയാമെങ്കിലും എങ്ങനെയാണ് തിരുവത്താഴ് എടുക്കുന്നത് CSI? ഞാൻ പറഞ്ഞു, യേശു കർത്താവ് നേരിട്ടാണ് യൂദയ്ക്ക് കൊടുത്തത്. കൊടുത്തപ്പം യൂദയുടെ ഉള്ളില് സാത്താൻ കയറി. കണ്ണ വാങ്ങിയ ഉടനെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. യേശു എന്ത് കൈവശം കൊടുത്തു? യേശു കൈവശം ഒന്നും കൊടുത്തില്ല. അപ്പൊ യേശു കൊടുത്തപ്പം സാത്താൻ കയറിയെങ്കിൽ നമ്മുടെ പാവം ശുശ്രൂഷന്മാരൊക്കെ തരുമ്പോൾ എന്തൊക്കെ കയറൂല അല്ലേ? അപ്പോ കൊടുക്കുന്നത് ആരെന്നുള്ളതല്ല, വാങ്ങുന്നത് ആരെന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൗലോസിന് ആരെങ്കിലും കൊടുത്തിരിക്കണം, അല്ലാതെ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരൂലല്ലോ. പക്ഷെ താൻ പ്രാപിച്ചത് കർത്താവിൽ നിന്നാണ്. കർത്താവിൽ നിന്നാണ് പ്രാപിച്ചത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഈ രക്തത്താൽ നമുക്ക് ലഭിച്ചത്, ഇത് ആളുകൾക്ക് ഇന്നും ഇത് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം കുറച്ച് ക്ലിയർ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ മരിക്കണ വരെ പാപികളായിരിക്കുമെന്നാണ് അല്ലേ? യേശു പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. കൃമിയും പുഴുവും പാപിയും ഏഴയും എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും പ്രാർത്ഥനകളെല്ലാം. മനസ്സിലായില്ലേ? ഇപ്പൊ മരിക്കുമ്പോൾ കൃമിയായി പുഴുവായി പാപിയായി മരിച്ച സ്വർഗത്തിൽ പോകൂ. അപ്പൊ ജനം എന്നും പാപികളായിരിക്കുന്നത് സാത്താൻ ഇഷ്ടമാണ്. അവൻ സത്യം അറിയരുത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഉണ്ടാക്കിയ പുതിയ നിയമത്തിന്റെ മഹത്വം ജനം അറിയരുത്. ഇവിടെ ഇങ്ങനെ കുഴച്ചാണ് ഇട്ടിരിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ കുഴച്ചിട്ടിരിക്കുകയാണ്. പഴയ നിയമം വേറെ, പുതിയ നിയമം വേറെ. പഴയതിനെ നീക്കി പുതിയത് കൊണ്ടുവന്നു. പുതു നിയമത്തിന്റെ ശുശ്രൂഷക്കാരാക്കിയാണ് നമ്മളെ മാറ്റിയത്. എങ്കിലും പഴയത് പിടിച്ചു വെച്ചോണ്ടിരിക്കും. പഴയത് വിട്ട
സ്ഥാനങ്ങൾ, മാനങ്ങൾ, അല്ലേ, എന്ന് പാടുകയും ചെയ്യും. പക്ഷെ ഒരു സ്ഥാനവും വിടൂല്ല, ഒരു സ്ഥാനമൊന്നും വിടത്തില്ല. കാരണം അവിടെയാണ് സ്ഥാനങ്ങളും മാനങ്ങളും വസ്ത്രങ്ങളും മറ്റും എല്ലാം ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വസ്ത്രമൊന്നുമില്ല. ഇവിടെ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻ്റ്. യേശുവിൻ്റെ ശിഷ്യന്മാരെയും തിരിച്ചറിയാൻ ഒരു നിവൃത്തിയില്ല. കാരണം എല്ലാവരും കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കും. വാസ്തവത്തിൽ യേശു ഒരു പ്രത്യേക വസ്ത്രം ധരിക്കേണ്ടിയിരുന്നു, അല്ലേ? കാരണം യേശുവാണെന്ന് എല്ലാവരും അറിയുന്നുണ്ട്. വരുമല്ലേ, ഒരു പ്രത്യേക ഒരു തൊപ്പിയെങ്കിലും വെച്ചേക്കണമായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർക്കും പ്രത്യേക വേഷ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായത്തിന്റെ 5 വാക്യം, അന്ത്യകാലത്ത് എന്തായിരിക്കും? ഹല്ലേലൂയ. അവർ ദൈവസ്നേഹമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി തെളിച്ചു കളയുന്നവരായിരിക്കും. അങ്ങനെ വിട്ടൊഴിയാൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പള്ളിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരു ശുദ്ധീകരണ സമയമെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു ശുദ്ധീകരണ സമയമാണ്. ശരിയാവണില്ല, അതുകൊണ്ട് ഇനി 2 ആഴ്ച കൂടെ കൊടുക്കാം. ശുദ്ധിയാവുമോ നോക്കാം, ശുദ്ധീകരണം ആവുമോ നോക്കാം. അപ്പോ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി തെളിയിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ് പറയുന്നത്. ഇവിടെ വേഷത്തിനല്ല ഇമ്പോർട്ടന്റ്, ശക്തിക്കാണ് ഇമ്പോർട്ടന്റ്. അപ്പോസ്തലന്മാര് ശുശ്രൂഷിക്കുമ്പോൾ പൗലോസും പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ഓർമ്മ വരണില്ല ആ വാക്യം നോക്കാം. 1 കൊരിന്ത്യർ 2 അധ്യായം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. 1 കൊരിന്ത്യർ 2 അധ്യായം. നാല് മുതൽ മതി. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾക്ക് ഈ ദിവസം മുതൽ മാറ്റം വരണമെന്ന് പ്രതീക്ഷിക്കണം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, മെത്തേഡ്സ് അല്ല, ആത്മാവിന്റെയും ശക്തിയുടെ പ്രദർശനമായി മാറണം. ആ ഒരു വ്യത്യസ്തത കൊണ്ടാണ്. അത് വന്നപ്പോഴാണ് അന്ന് മഹാവിദ്വാന്മാർക്കും ശാസ്ത്രിമാർക്കും എല്ലാം കൂടെ അസൂയ തോന്നിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ അസൂയ നിറഞ്ഞവരായി, ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ കയ്യിലാണല്ലോ തിരുവെഴുത്തിരിക്കുന്നത്, ന്യായപ്രമാണം ഇരിക്കുന്നത്, ഞങ്ങൾക്കാണല്ലോ ഇവിടെ സ്ഥാനങ്ങളുള്ളത്, ആനങ്ങളുള്ളത്. ഇത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ യേശുവിൻ്റെ കൂടെ നടന്നവരിലൂടെ വൻ കാര്യങ്ങൾ നടക്കുന്നു. ഇവരുടെ പഠിപ്പില്ലാത്തവരുടെ ആ വാക്ചാതുര്യം, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതാണ് പുതിയ നിയമത്തിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ആ രക്തത്താൽ സമ്പാദിച്ച വലിയൊരു വിടുതലുണ്ട്, നീതിമാനെന്ന പദവി. ഇത് പറയുമ്പോഴാണ് പലർക്കും മനസ്സിലാകാത്ത പോകുന്നത്. ആണ് പറഞ്ഞ പാപികളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ എല്ലാ ഞായറാഴ്ചയും പാപികളാണ്, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, അല്ലേ? യേശുവിന്റെ രക്തത്താൽ അവിടെ നിന്ന് നീതീകരിച്ചതിനായി സ്തോത്രം. അങ്ങനെ പറയത്തക്കവണ്ണം ആ ഉപദേശം, ആ വചനത്തിന്റെ ശക്തി, പുതിയ നിയമത്തിന്റെ ആ രക്തത്തിന്റെ പവർ, അത് നമ്മുടെ ശുശ്രൂഷകളിലൂടെ വെളിപ്പെട്ടു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. റോമർക്ക് ലേഖനം 3 അധ്യായം 19 മുതൽ. ഹല്ലേലൂയ. റോമർ 3:19 മുതൽ വളരെ ശ്രദ്ധിച്ച് നിർത്തിയാണ് ഞാനത് വായിക്കാൻ പോകുന്നത്. അതിൽ ഓരോ പദപ്രയോഗം വളരെ ഗൗരവമേറിയതാണ്. ഇത് പലരും ഇത് ദൈവവചനമെന്ന് വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോ പല തിയോളജിയൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇവർ പറയും അത് പൗലോസിന്റെ തിയോളജിയാണ്, മറ്റേത് യേശുവിന്റെ തിയോളജിയാണ്, മറ്റേത് പത്രോസിന്റെ തിയോളജിയാണ്. ഇടയ്ക്കൊരാൾ പറഞ്ഞു യോഹന്നാൻ തന്നെയും സ്നാപകയോഹന്നാൻ സ്നാനപ്പെടുത്തിയത് തന്നെയും ഖുറൈശി മതത്തിൽ അന്ന് സ്നാനം ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ അങ്ങനെ ഇത് ചെയ്യാമെന്ന് തോന്നിയത്.
യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. നീ ആരെ സ്നാനപ്പെടുത്തുമ്പോഴാണോ ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നത്, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു കൊറേസി മതത്തിന്റെ ചിന്തകൾ യോഹന്നാൻ സ്നാപകനെ സ്വാധീനിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകനല്ല, യേശുവിനെയും വെറുതെ വിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, റോമർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 19 മുതൽ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതാണ് അടുത്ത് പറയുന്ന 20-ാം വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും എന്ന് വെച്ചാൽ ഒരു മനുഷ്യനും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണ്, ദൈവം പ്രസാദിക്കുന്നത് എന്താണ്, ദൈവം പ്രസാദിക്കാത്തത് എന്താണെന്ന് മാത്രം ഉള്ള ഒരു ജ്ഞാനമാണ് ന്യായപ്രമാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴോ ഇപ്പോഴോ എന്ന് പറഞ്ഞ വലിയൊരു അവിടെ ഒരു വട്ടപൂജ്യം ഇട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇപ്പോഴോ കൂടാതെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. കാരണം ന്യായപ്രമാണ കാലത്തിന് മുമ്പേ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവരെ നീതിമാന്മാരെന്നാണ് വിളിച്ചിരുന്നത്. നോഹ നീതിമാനായിരുന്നു, അബ്രഹാം നീതിമാനായിരുന്നു, ലോത്ത് നീതിമാനായിരുന്നു, ഇയ്യോബ് നീതിമാന്മാരായിരുന്നു. അവരുടെ കാലത്തൊന്നും ന്യായപ്രമാണം വന്നിട്ടില്ല. മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വന്നത്. പിന്നെ ഉള്ളവർ ആരും നീതിമാന്മാർ ആകെയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കാരണം ഈ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത് ആരാണ്? യെശയ്യാപ്രവചനം 53 യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണല്ലോ അവിടെ പറയുന്നത്. ആ പ്രവചനത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഹല്ലേലൂയ 10-ാം വാക്യം മുതൽ, എന്നാൽ അവനെ തകർത്ത് കളവാൻ, യെശയ്യാവ് 53:10 മുതൽ, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഭാഗം ക്ഷണം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഇത് യെശയ്യാവ് തന്നെ കുറിച്ച് പറയുന്നതാണോ അതോ ഇത് വേറെ ആരെങ്കിലും കുറിച്ച് പറയുന്നതാണോ? ഷണ്ണന് സുവിശേഷം വിസ്തരിച്ചു കൊടുത്തു, പ്രവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു, അവൻ രക്ഷിക്കപ്പെട്ടു. ഇത് പലർക്കും ദൈവം അറിഞ്ഞൂടെ. ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചു പോകുമ്പോൾ ഇന്ന് വായിച്ച കേട്ട തിരുവന ഭാഗങ്ങളാൽ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ കൂടെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാണെന്ന് അറിഞ്ഞൂടാ, കേട്ടാണെന്നും അറിഞ്ഞൂടാ. കാരണം കേട്ടോണ്ടിരിക്കുന്ന അടുത്ത പാട്ട് എന്നാണ് നോക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഏത് പാട്ടെന്നാണ് നോക്കുന്നത്.
അപ്പോ യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം, കാരണം നീതിമാന്മാരാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത് യേശുവാണ് പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. ചില വാക്യങ്ങൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 41 മുതൽ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അപ്പൊ അതുവരെ ഈ ഇടർച്ചകളും അധർമ്മങ്ങളും ഒക്കെ ഇവിടെ കാണും കേട്ടോ. ദൈവം ഇട്ടിരിക്കുകയാണ്. അവസാനമാണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അത് പരിചയമുള്ള ആരും അല്ല വരണത്, ദൂതനാണ് വരുന്നത്. ദൂതനാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭയങ്കര കരച്ചിലും പല്ലുകടിയായിരിക്കും ആ സമയത്ത്. അടുത്ത് അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. സൂര്യനെ പോലെ. നമുക്ക് ഭൂമിക്ക് ഇവിടെ ഒരു സൂര്യൻ മതിയല്ലേ? മതി. കർത്താവിന്റെ മുഖം മനുഷ്യഭാഷയിൽ സൂര്യനെ പോലെ പ്രകാശിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ ഇരിക്കുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. സന്തോഷമുണ്ടോ? നമ്മളൊക്കെ ഒരു സൂര്യനെ പോലെ ആകുമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കൈത്തിരി പോൽ കത്തി സൂര്യനെ പോലെ പ്രകാശിക്കും. ഈ പ്രത്യാശ നമുക്ക് വേണം. മത്തായി സുവിശേഷം 25:46 എന്താണ് പറയുന്നത്? ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. നിത്യദണ്ഡനം, നിത്യജീവൻ. നിത്യജീവനിൽ പോകുന്നത് വിശ്വാസികളാണോ? നീതിമാന്മാർ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർ. അതാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയം അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അവിടെ ദൈവത്തിന്റെ നീതി പ്രാപിച്ചവർ, ദൈവത്തിന്റെ നീതി നടക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയല്ല. പക്ഷേ ദൈവത്തിന്റെ നീതി കാൽവരി ക്രൂശിൽ താൻ പ്രദർശിപ്പിച്ചു. കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയും. അത് ഒരു നാണയത്തിന്റെ ഒരു വശം, മറുവശം ദൈവത്തിന്റെ നീതിയാണ്. ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം, കാരണം നിങ്ങൾ പലർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആണ്. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 25 മുതൽ, റോമർ 3:25 മുതൽ. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അത്രേ താൻ നീതിമാനും യേശുക്രിസ്തുവിനെ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. എത്ര നീതി 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 അല്ലേ? അവിടെ വല്ലയിടത്തും സ്നേഹമുണ്ടോ? ദൈവത്തിന്റെ കോടതിയിൽ മനുഷ്യൻ ഒരിക്കലും നീതിമാനാവില്ല. പക്ഷെ യേശു നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ ശാപവും നമ്മുടെ ഭാരവും എല്ലാം പാപവും എല്ലാം വഹിച്ചു നമുക്ക് വേണ്ടി പകരക്കാരനായി നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. യേശുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. യേശുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ എന്താണ്? യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിച്ചപ്പോൾ നീതീകരിക്കപ്പെട്ടു. നീതിയുടെ ഫലമായി ശിക്ഷയിൽ നിന്ന് മാറി എനിക്ക് ജീവനെ തന്നു. എന്റെ ആത്മാവിൽ ജീവൻ തന്നു, ആത്മസന്തോഷം തന്നു, രക്ഷയുടെ സന്തോഷം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. എന്തെല്ലാം അളവുകൂടാതെ ആത്മീയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ നിറയ്ക്കുവാനായി പറയും. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ
യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൻ്റെ അടുത്ത് വരുമ്പോൾ പേടിച്ച് വരണ്ട, ഒരു സമാധാനമുണ്ട്. കാരണം യേശുക്രിസ്തുവിലൂടെ എൻ്റെ കുറവുകളെല്ലാം കർത്താവ് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും. ഭക്തനായവനെ നീങ്ങിപ്പോയി എൻ്റെ പാപഭാരം എല്ലാം നീങ്ങിപ്പോയി. ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് VBS പഠിച്ചിട്ടുള്ള പാട്ടാണല്ലേ, റോൾഡ് അവേ റോൾഡ് അവേ റോൾഡ് അവേ അല്ലേ, മൈ ബർഡൻ ഓഫ് സിൻസ് റോൾഡ് അവേ. നീങ്ങിപ്പോയി എൻ്റെ പാപഭാരം എല്ലാം നീങ്ങിപ്പോയി, എൻ്റെ ശാപങ്ങൾ നീങ്ങിപ്പോയി. അത് മനസ്സിലാക്കരുതെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. നീ എന്നും പാപിയായി ജീവിച്ചോ, എന്നും നീ പാപഭാരം ഏറ്റോണം നടന്നു. യേശുവേ രക്ഷാദായക നീ വരുന്നു, എൻ്റെ ഭാരം മാറിയില്ല ഇതുവരെയും. ഭാരമൊന്ന് മാറണം. പിന്നെ പറ്റുന്ന ചില പൊടികളാണ്, അത് കഴുകണം. വസ്ത്രം അലക്കുന്നവർ പിന്നെയും പാപഭാരമെന്ന് മറക്കണില്ല. എന്നെ പാപഭാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. പിന്നെ ഇത് പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മളിപ്പോ നടന്നൊക്കെ പോകുമ്പോൾ വല്ല ചെളി അടിക്കാതെ ഒതുങ്ങിയൊക്കെ പോവില്ലേ, ഇതുപോലെ പല ചെളിയും ചിലപ്പോൾ അടിക്കും. അതങ്ങ് കഴുകിക്കളാൻ മാത്രം മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം പറയുന്നത് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് ദിവസം 7 പറയുന്നത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. വെളുപ്പിക്കണം. ഒരിക്കൽ അലക്കി കൊടുത്തത് തന്നെ, പക്ഷെ ഒരുപാട് കറകളൊക്കെ പറ്റും. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാത്ത ശുദ്ധയും ശുദ്ധവുമായ സഭയാണ് കർത്താവ് മുൻനിർത്തുവാനായി അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചു തന്റെ നീതിയെ പ്രദർശിപ്പാൻ. റോമർ 5:19 ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പഴയ നിയമം നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. നമ്മുടെ അവസാനത്തെ കച്ചി തിരുമ്പാണ് അല്ലേ, അത് പഴയ നിയമം. ഇന്നും ആ പഴയ നിയമത്തിലുള്ളത് അടക്ക ശുശ്രൂഷയ്ക്ക് വായിക്കും. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ. ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ പഴയ നിയമക്കാർ ഇരിക്കുന്നത്. ഈ പഴയ നിയമത്തിനകത്താണ് ഇന്ന് പലരും കിടക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് മത്തായി 5:20. ഹല്ലേലൂയ. മത്തായി 5:20, 15 5:20. നിങ്ങളുടെ നീതി കവിയുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. കർത്താവ് വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ്. കാൽവരി ക്രൂശിൽ നിവർത്തിയായി. അപ്പൊ പരീശന്മാരുടെ നീതി എന്താണ്? ഒരുപാട് വാക്യങ്ങൾ നമുക്ക് അതിനെടുക്കാം. എങ്കിലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയ ചില വാക്യങ്ങൾ മാത്രം. ലൂക്കോസ് 18:9-12. ലൂക്കോസ് 18:9 മുതൽ 12 വരെ. ഹല്ലേലൂയ. ഞങ്ങൾ നീതിമാന്മാരെന്ന് നിരച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നു. എന്നെ ഇവിടെ ആരും ഉപദേശിക്കാനൊന്നും വരണ്ട, ഞങ്ങൾ നീതിമാന്മാരാണ്. നമുക്കറിയാം പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയാണ്. പരീശൻ എന്താണ് തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടല്ല, തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നതാണ് ഇരിക്കുന്നത്. ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ, ഈ നിൽക്കുന്ന അല്ലാതെ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അടുത്ത് 2 ദിവസമാണ് ഉപവസിക്കുന്നത്. നമ്മുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ രാവിലെ കാപ്പ് കുടിച്ചിട്ട് ഉച്ചവരെയാണ്.
യഹൂദന്മാരുടെ ഉപവാസം അങ്ങനെയൊന്നുമല്ല. മനസ്സിലായില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഉപവാസം. അതുമാത്രമല്ല, ഇപ്പോഴും ഈ ജാക്കോബൈസിന്റെ ഇടയിലൊക്കെ പ്രായമുള്ളവർ ഉപവസിക്കുമ്പോൾ ആ ദിവസം ആഹാരത്തിന് ചെലവാകാവുന്ന പൈസ മാറ്റി വെച്ചിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. നമ്മൾ അതും കൂടെ സേവ് ചെയ്ത് ബാങ്കിലിടും. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇതാണ് പരീശന്മാരുടെ നീതി. സർക്കാർ കാര്യം മുറ പോലെ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നും ഇത് വലിയൊരു കുഴപ്പമാണ്. പള്ളിക്കാരെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇവിടെ നിന്ന് കിട്ടാണ്ടൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. പ്രവൃത്തികളാലുള്ള നീതീകരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആളുകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിക്കാതെ പ്രവൃത്തികളാലുള്ള നീതീകരണം അത് ന്യായപ്രമാണത്തിൻ്റെതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് ആ ജീവൻ പ്രാപിച്ച് ആ ജീവന്റെ വഴിയിൽ നടക്കുന്നതിലൂടെയാണ്. അതല്ലാതെ മറ്റെന്ത് ചെയ്താലും അത് സ്വയം വഞ്ചിക്കുന്നതേ ഉള്ളൂ എന്ന് സത്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം. അത് ലൂക്കോസ് 11:42 11:42 പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസിയിലും അരുവയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുന്നു. ഇത് ചെയ്യണം. ഏത് ദശാംശമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അത് ത്യജിക്കാതിരിക്കുകയും വേണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ട്, സമയത്തിന്റെ പരിമിതിയിലും എല്ലാം വായിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പോസ്റ്റ് ഇട്ടു, യേശു സ്നേഹത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, യേശു ഒരിക്കലും കോപത്തോടെ സംസാരിച്ചിട്ടില്ല എന്ന്. ഞാൻ തിരിച്ച് ഈ 2-3 വാക്യങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ അവർ കമന്റ് ഇട്ടിരിക്കുകയാണ്, സാറേ ഇത്രയും ഭയങ്കരമായിട്ട് ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്. ലവ് ആൻഡ് കമ്പാഷൻ. യേശു ആരെയും ശാസിച്ചൊന്നുമില്ല, എല്ലാവരും സോപ്പിട്ടു. അയ്യോ കഷ്ടം എന്നാണ് വിളിച്ചു പറഞ്ഞത്. ന്യായമില്ല, ദൈവസ്നേഹമില്ല, കരുണയില്ല, വിശ്വസ്തതയില്ല. മത്തായി 23 നോക്കാം. അതേ ഭാഗം മത്തായി എഴുതുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന്. മത്തായി 23:23 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസി, ചതകപ്പ, ജീരകം ഇതിലെല്ലാം പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യും, വിട്ടുകളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഒരു പാർട്ട് മാത്രം ചെയ്താൽ പോരാ, അതും ചെയ്യണം. മാസം ഒരു കറക്റ്റായിട്ട് കൊടുക്കുകയും ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുകയും. പക്ഷെ ഇതില്ലാതെ പോയാൽ, കരുണയില്ലാതെ പോയാൽ, മനസ്സലിവില്ലാതെ പോയാൽ, ദൈവസ്നേഹമില്ലാതെ പോയാൽ, ന്യായമില്ലാതെ പോയാൽ സ്വയം വഞ്ചിക്കപ്പെടുക. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, വചനം. നാം അപ്പം വാങ്ങുമ്പോൾ വചനത്തെ ഓർക്കണം. ജീവപ്പമായ കർത്താവ് ജീവവചനത്തെ എനിക്ക് തന്നതിനായി സ്തോത്രം. എൻ്റെ അകത്തെ മനുഷ്യന്റെ ഫുഡ് ആണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൻ്റെ ആ മഹത്വം എത്ര ശ്രേഷ്ഠമേറിയത് അല്ലേ? നമ്മൾ നേരത്തെ പാടിയ പാട്ടിലുണ്ട്, സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയത്, പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, ജീവൻ നൽകിയ രക്തം. പാപത്തിൽ മരിച്ചവനായിരുന്ന എന്നെ അവിടുന്ന് എനിക്ക് ജീവൻ നൽകി എന്നെ ജീവിപ്പിച്ചു. പുതിയ നിയമത്തിന് എൻ്റെ അനുഭവത്തിലേക്ക് എന്നെ മാറ്റി, നമ്മെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാരാക്കി മാറ്റി. ആ ജീവനായി
ജീവനായ സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുകയാണ്, അല്ല ഇനി എഴുതാൻ പോണതല്ല അല്ലേ. ജീവൻ പ്രാപിച്ചവരുടെ പേർ ജീവപുസ്തകത്തിൽ കാണും. പിന്നെ മായാതെ സൂക്ഷിച്ചോളണമെന്നേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഡിലേറ്റായി പോവും, അതറിയില്ല. അപ്പോൾ അതിന് വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ. ഉടുപ്പ് മലിനമാകാതെ, വെളിപ്പാട് പുസ്തകം 3 അങ്ങനെയല്ലേ വരും, 3:5 ഉടുപ്പ് മലിനമാകാതെ തങ്ങളെ തന്നെ വായിക്കാം. വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 3:5 എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്കുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. അപ്പൊ അവർ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ചവരാണ്. ഹല്ലേലൂയ. മൂന്നാമത് സംഗതി കൂടെ നമുക്ക് നോക്കാം. തിരുവത്താഴം നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ആ വലിയ വിടുതൽ അഥവാ സ്വാതന്ത്ര്യം, താൻ കാൽവരി ക്രൂശിലൂടെ തൻ്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം. നാളെ ഭാരതം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. നമ്മൾ വിചാരിക്കുക എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ സാക്ഷാൽ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു പറഞ്ഞത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിന്നാൽ നിങ്ങൾ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോഴാണ് അവർ ചോദിച്ചത്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല, ഞങ്ങൾ അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്, പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാകേണ്ട ആവശ്യം എന്താണ്? പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനാണ് എന്നേക്കും വീട്ടിൽ വസിക്കുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം. കാൽവരി ക്രൂശ് മരണത്തിലൂടെ, യാഗത്തിലൂടെ കർത്താവ് എനിക്ക് നൽകിയ അത് വിശ്വസിച്ച് ഞാൻ ഏറ്റെടുത്തതിലൂടെ കർത്താവ് എനിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ ഓർക്കണം, ഓർത്ത് നന്ദി പറയണം. ഹല്ലേലൂയ. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഗലാത്യ സഭയ്ക്ക് വലിയ വീഴ്ച പറ്റിപ്പോയി, കൃപയിൽ നിന്ന് വീണ സഭയാണ് ഗലാത്യ സഭ. അവരോട് പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. അടിമനോത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, അടിമനോത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. താഴോട്ട് പറഞ്ഞു വരുമ്പോ 6-ാം വാക്യത്തില് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം. സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു പ്രത്യേകമുണ്ട്, അത് സ്നേഹത്തിൽ നിന്ന് വന്ന വിശ്വാസമാണ്. വിശ്വാസത്തിൽ നിന്ന് വന്ന വിശ്വാസമല്ല, സ്നേഹത്തിൽ നിന്ന് വന്ന വിശ്വാസം. ഇനിയും 7-ാം വാക്യം, തുടക്കം നന്നായിരുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ ആരാണ് നിങ്ങളെ തടഞ്ഞത്? ഈ അവസാനം വരെ നിൽക്കണമെങ്കിൽ സത്യത്തിൽ നിന്നാലും പറ്റൂ. സത്യത്തിൽ നിങ്ങൾ ആരാണ് തടഞ്ഞത്? തുടക്കം നന്നായിരുന്നല്ലോ, എല്ലാത്തിൻ്റെയും തുടക്കം നല്ലതല്ലേ. നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊന്നുണ്ട്. എല്ലാം തുടങ്ങിയപ്പോൾ ആടിപ്പൊളിയായിരുന്നു, അവസാനമായപ്പോൾ ജീവനും ഇല്ല അല്ലേ, ദുർഗന്ധമേ ഉള്ളൂ. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ച്, അപ്പൊ ഇത് മൂന്നും പോയി. ജീവനില്ല, ശക്തിയില്ല, സ്നേഹമില്ല. അപ്പോ ജീവനും ശക്തിയും സ്നേഹവും തന്നെ വീണ്ടും ജീവിപ്പിക്കണമെന്നാണ് പാട്ടുകാരൻ പാടുന്നത്. അപ്പോൾ വിടുതൽ, സ്വാതന്ത്ര്യം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. അങ്ങ് വിടുവിച്ച് വിട്ടില്ല കേട്ടോ, ചിലർ ഈ വിടുവിച്ചു പിന്നെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതോടെ പൊട്ടിക്കൊണ്ടങ്ങ് പാടി, കയറ് പൊട്ടിയത് പാടി. വിടുവിച്ച് സ്നേഹസ്വരൂപനായ
പുത്രന്റെ രാജ്യത്തിൽ ആക്കുവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. നമ്മളെ വിടുവിച്ചങ്ങ് ചുമ്മാ ഒന്നും കർത്താവ് വിട്ടില്ല. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. പഴയതുപോലെ സാത്താനെ തൊട്ട് കളിക്കാൻ പറ്റൂല. മുമ്പ് സാത്താന്റെ അധികാരത്തിലായിരുന്നു, ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അവിടെ നമ്മെ സ്വതന്ത്രമാക്കി പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ആ സത്യം മനസ്സിലാക്കിയ ഒരു ഭക്തനാണ് ഈ പാട്ട് ഇങ്ങനെ എഴുതിയത്. നിൻ രാജ്യത്തിൻ ഒരന്യനായി ഭൂമിയിൽ ഞാൻ ഉഴന്നു, നീ വന്നതാലെ ധന്യനായി പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. ആർക്കും എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കളയാം എന്ന് പറയും. വേറെ ആർക്കും അത് എടുക്കാൻ പറ്റത്തില്ല. അതാണ് റോമർ 5:1 ആ പ്രവേശനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റോമർ 5:1-2 വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് അവിടെ പോകുന്നത് നന്നായിരിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. എൻട്രൻസ് കിട്ടി. അകത്ത് കയറി. ഇന്ന് പലരും പുറത്താണ്. അകത്ത് കയറിയെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അവർക്ക് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞു. പിന്നെ അടുത്ത കാര്യം നോക്കുക. അതിലാണ് എന്റെ പ്രശംസ മുഴുവൻ. ആ തേജസ്, ദൈവ തേജസ്സിൽ ഞാൻ പ്രത്യാശ വയ്ക്കുകയാണ്. അങ്ങനെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത പക്വതയിലേക്കും സിദ്ധതയിലേക്കും സിദ്ധത പ്രത്യാശയിലെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അവിടെയാണ് കഷ്ടത്തിൽ പാടാൻ പറ്റുന്നത്. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിൻ തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാനല്ല ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാനല്ല ഈ ശോധന. നഷ്ടങ്ങളിലോ പതറിയിടല്ലേ, കണ്ണുനീരിലോ തളർന്നിടല്ലേ, ഞാനെന്നും നീയെന്നും എന്റേതാണേ. ഹല്ലേലൂയ. 1 പത്രോസ് 1:16. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി ഒരിക്കലും തന്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കില്ല. അതാണ് അവിടെ പറയുന്നത്. നമുക്ക് പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് അല്ലേ, എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 8-ാം നാളിൽ പരിചയനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. പക്ഷെ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ ചാപ്പും ചാവറും. 1 പത്രോസ് 1:16 മുതൽ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുയേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലേറിയ രക്തത്താലത്ര. 16 മുതൽ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ആമേൻ
പ്രവർത്തിക്കുന്ന തവണ ന്യായം വിധിക്കുന്നത് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു. ഓ എങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വില. യേശു ക്രിസ്തു നമുക്ക് ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്ന കുഞ്ഞാടാണ്. യഹൂദന്മാർക്ക് പെസഹാ കുഞ്ഞാടാണ്. അതാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹാ കുഞ്ഞാടും ആണ്. നമുക്ക് പെസഹയില്ല. പെസഹ അവരുടെ യഹൂദന്മാരുടെ പെരുന്നാളാണ്. നമുക്ക് യേശു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് സ്നാപകനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ, കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, കഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നീ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോ പാടി വണങ്ങും. ഇങ്ങനെയൊക്കെ നമ്മൾ ആത്മാവിൽ പാടുമ്പോൾ സാത്താൻ വല്ലാത്ത പള്ളിയുടെയൊക്കെ വരും. ഇവൻ സത്യം മനസ്സിലാക്കി അല്ലേ, ഇനി അങ്ങോട്ട് അടുക്കാൻ പറ്റൂല അല്ലേ എന്നൊക്കെ അവന് തോന്നും. മനസ്സിലായില്ലേ? അവൻ മനസ്സിലാക്കണം. നമ്മൾ പാടേണ്ട പാട്ടുകൾ പാടണം. അതേ ഇപ്പോഴത്തെ പുതിയ കുറെ പാട്ടുകളൊക്കെ ഉണ്ട്, അത് അവനും ഭയങ്കര അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കും. മനസ്സിലായില്ലേ? കാലുകളൊക്കെ നൃത്തത്താൽ ഇത് ആടുന്ന് ഇളകിപ്പോണ് അല്ലേ, ആണെന്നത്താൽ എനിക്ക് നിൽക്കാനേ വയ്യ. ഇതൊക്കെ ഈ രക്തത്തിന്റെ തമിഴ് പാട്ടാണ്. രക്തം ജയം രക്തം ജയം കൽവാരി യേശുവിൻ രക്തം ജയം, യവനിൻ രക്തം ജയം. ബർക്വാൻസിന്റെ പാട്ടാണ്. രക്തം ജയം, യേശുവിന്റെ രക്തത്താൽ എനിക്ക് ദൈവം ഉറപ്പിച്ച ആ വലിയ സ്വാതന്ത്ര്യം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിടിച്ചു ആ രക്തം. കട്ടളവഴിയിലും കൊടുമ്പുഴമയിലും അന്ന് രക്തം പുരട്ടിയപ്പോൾ സമകാരദൂതൻ കയറിയിട്ടില്ല. ഇന്ന് നമ്മെ രക്തം കൊണ്ട് നമ്മയാണ് വിലയ്ക്ക് വാങ്ങിയത്, അല്ല നമ്മുടെ വീട്ടിൽ ബ്ലഡ് ഒന്നും തേക്കണില്ല. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിപ്പോയി അറിയാതെ കൊറോണ സമയത്ത് അല്ലേ. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് കഴിഞ്ഞ ഒരു പാട്ട്. അതിന്റെ വരികൾ എങ്ങനെയാണ്? വീട്ടിനെ രക്തം കൊണ്ട് മുദ്രയിടുമെന്നൊക്കെ പറഞ്ഞു. പറന്നു വരും മഹാമാരികളെ. അത് മനസ്സിൽ പോലും നിൽക്കുന്നില്ല അല്ലേ പാട്ടുകൾ. യേശു രക്തം ഒരു വീടിന് മുദ്ര. അവിടെയാണ് തിയോളജിയുടെ വസ്ത്രം വരുന്നത്. യേശുവിന്റെ രക്തം എനിക്ക് മുദ്രയാണ്, വീട്ടിനല്ല മുദ്ര. മനസ്സിലായില്ലേ? പഴയ നിയമത്തില് വീട്ടിന്റെ ഭാഗത്തിലാണ്, പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ എനിക്കാണത്. എന്നെ കുഞ്ഞാടിന്റെ രക്തത്താൽ എന്നെ വീണ്ട രക്തമാണ്. സ്നേഹം കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി, പാപിയാമെന്നെ മരക്കുരിശേന്തിയവൻ കാൽവരിയിൽ കയറി, കുരിശാതിൽ താൻ മരിച്ചു. എന്നെ വീണ്ട സ്നേഹം കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ രക്തത്തിന്റെ മഹത്വം നമ്മൾ അറിയാതെ പോകരുത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷ നിമിത്തം പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ താൻ അവിടെ പറയുകയാണ്, വെളിപ്പാട് 1:6, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ സ്നേഹിച്ചവനും എന്നല്ല, നമ്മെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ പത്മോസ് ദ്വീപിലും ആ ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചറിയാണ്. എന്നെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. ഇത് കേട്ടപ്പോ കർത്താവിന് സ്വർഗത്തിരിക്കാൻ പറ്റിയില്ല. കർത്താവ് ഇറങ്ങി വന്നു. അസ്ഥി കഷ്ണങ്ങളുടെയും പാറ കഷ്ണങ്ങളുടെയും
ക്ഷുദ്രജീവികളുടെ എല്ലാം നടുവിൽ കിടന്നുകൊണ്ട് പറയാണ്, എന്നെ സ്നേഹിച്ച് എന്റെ പാപം പോക്കി തന്റെ രക്തത്താൽ എന്നെ വീണ്ടും വിടുവിച്ചതിന് സ്തോത്രം, സ്തോത്രം. അവന്റെ സ്നേഹം ഞാനിപ്പോഴും അനുഭവിക്കുന്നു. അത് ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ മിഷണറിമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല ബഹുഭൂരിപക്ഷം മിഷണറിമാരും ശോധനകളുടെ മേൽ ശോധനയാണ്. എന്നിട്ട് അവർ തളർന്നുപോയില്ല. ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, ഹസ്ബൻഡ് മരിച്ചു, എന്നിട്ടും പിന്നെ അവർ സുവിശേഷത്തിന് വേണ്ടി നിന്നവരാണ്. അപ്പോൾ അവർ നിർത്തിയത് എന്താണ്? ഈ സ്നേഹമാണ്. ജീവനെ തന്ന സ്നേഹം, ജീവിപ്പിച്ച സ്നേഹം. അപ്പൊ കർത്തൃമേശയുടെ മുമ്പാകെ പോകുമ്പോൾ നാം എത്ര കാര്യങ്ങളെ ചിന്തിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. സ്തോത്രാർപ്പണമാണത്, നന്ദി അർപ്പണമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ശുശ്രൂഷയാണ്. 1 കൊരിന്ത്യർ 11:27 മുതൽ 1 കൊരിന്ത്യർ 11:27 മുതൽ അതുകൊണ്ട് അയോഗ്യമായി ഈ ചിന്തകളൊന്നും ഇല്ലാതെ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഈ പാനപാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തെ, അല്ല സഭയല്ല വിവേചിക്കേണ്ടത്, എല്ലാവരും പഠിപ്പിക്കുന്ന സഭ എന്നാണ്. സ്വന്തം ശരീരത്തെ വിവേചിക്കാതെ പോയാൽ തനിക്കുള്ള ശിക്ഷാവിധിയെയാണ് അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഹേതുവായി അനേകരും ബലഹീനരാണ്. സഭയല്ല ബലഹീനായത്, പേഴ്സണൽ. അനേകർ ബലഹീനരാണ്, രോഗികളാണ്, അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പോൾ ശരീരത്തിൽ ദൈവമക്കൾക്ക് ശരീരത്തിൽ രോഗവും ബലഹീനതയൊക്കെ വരുമ്പം ഇതും കൂടെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഞാൻ കർത്തൃമേശ എടുത്തത് യോഗ്യമായിട്ടാണോ? എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിലെ ബലഹീനതകൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല? അപ്പോൾ ഇതൊക്കെ കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെയൊക്കെ ദൈവം ശിക്ഷിക്കുന്നെങ്കിൽ അത് ഭാഗ്യമെന്നാണ് തൊട്ടടുത്ത വാക്യം. എന്താ? നാം നമ്മെ തന്നെ വിധിക്കണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനാണ് നമുക്ക് എളുപ്പം. സ്വയം വിധിക്കുക, സ്വയം മാർക്കിടുക. നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നാം വിതച്ചത് കൊയ്തല്ലേ പറ്റൂ. അപ്പൊ അതിന് ബാലശിക്ഷയൊക്കെ തരും, മറ്റു ശിക്ഷയിലോട്ട് കൊണ്ടുപോവില്ല. ലോകത്തോടുള്ള ശിക്ഷാവിധിയിൽ അകപ്പെടാതെ കർത്താവ് നമ്മെ ബാലശിക്ഷ, ഈ ബാലശിക്ഷയിൽ അകാല മരണവും കൂടെ ഉണ്ടെന്നുള്ളതാണ് കാര്യം. അനേകരും നിദ്ര കൊള്ളുന്നു. കാരണം ഇങ്ങനെ കൂടുതൽ പോയാൽ മുകളിലോട്ട് കിട്ടൂല. അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് ജീവിതം സ്റ്റോപ്പ് ചെയ്ത് അവനെ അങ്ങ് അവിടത്തേക്ക് എടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നത് ആത്മീക ആഹാരവും ആത്മീയ പാനീയവുമാണെന്ന് തെളിവാക്കുന്ന മറ്റൊരു വചനവും കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെന്ന് അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞോ എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം, അതെത്ര വാക്യം? അതിന്റെ തൊട്ട് മുകളിൽ തന്നെ 3. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു. അപ്പൊ സ്പിരിച്വൽ ഫുഡാണ്. കർത്താവിന്റെ മാംസവും കർത്താവിന്റെ ശരീരവും നമ്മൾ ഭക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന തൻ്റെ വചനവും തൻ്റെ ജീവനും നമ്മൾ ഓർക്കണം.
അതിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. പക്ഷെ ഇവരതൊന്നും ഓർത്തില്ല. ഇതെല്ലാം കഴിച്ചെങ്കിലും ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് അറിയാതിരിക്കരുത്. എന്നിട്ട് ചില മുന്നറിയിപ്പുകൾ പറയാണ്, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. അവർ വിഗ്രഹാർപ്പിതം തിന്നതുപോലെ നാമും വിഗ്രഹാരാധികളാകാതിരിക്കേണ്ടതിന്. അവർ പെറുപെറുത്തതുപോലെ നാമും പെറുപെറുക്കാതിരിക്കേണ്ടതിന്. അവർ പരസംഗം ചെയ്തതുപോലെ നാമും പരസംഗം ചെയ്യാതിരിക്കേണ്ടതിന്. ഇതെല്ലാം കഴിച്ചുകൊണ്ട് അങ്ങ് ഓടുകയാണ് അല്ലേ. ചില ചർച്ചസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ സീറ്റിൽ പോലും വന്നിരിക്കില്ല, കാരണം ചന്തയിൽ മീൻ ഇരുന്നു പോകും. അപ്പോൾ അവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം, ഇതിൻ്റെ സീരിയസ്നെസ് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം. അതുകൊണ്ട് കർത്തൃമേശയിലേക്ക് കടന്നു വരുമ്പോൾ നാമും നമുക്കുള്ളവർക്കും ഈ കാര്യങ്ങൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാനും ഇടവരണം. അല്ലാതെ പോയാൽ ശിക്ഷ ഭയങ്കരമെന്ന കർത്താവ് അതും കൂടെ പറയാനായിട്ടാണ് ഈ ഭാഗത്തിൽ കർത്താവ് ബോധ്യപ്പെടുത്തിയത്. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 26 മുതൽ, എബ്രായർ 10:26 മുതൽ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അനുസരിക്കാത്തവന് കരുണ കൂടാതെ വാമൊഴി ഇവിടെ വരമൊഴി നമുക്ക് തന്നിട്ടുണ്ട്. വാമൊഴി കേട്ടിട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. തന്റെ ജനത്തെ കർത്താവ് ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ഇത്രയും മനസ്സിലാക്കണം. ദൈവം ഉടനെ പ്രതികാരം ചെയ്യുന്ന ആളല്ല. കാരണം ഇത് ദീർഘക്ഷമയുടെ കാലമാണ്, ഇത് ജാതികളുടെ കാലമാണ്, ഇത് യുഗാവസാനം എത്തിയിരിക്കുക എന്ന സമയമാണ്. അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. യുഗാവസാനത്തിൽ ദൂതന്മാരെ അയച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അതുകൊണ്ട് നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷകൾ ഗൗരവബോധത്തോടെ ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി നമ്മെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.